Hello, and this is the 11th session, that is the 11th video on MLA Handbook 9th edition. Let's go to the text itself. We are discussing mechanics of prose under part 2. Part 2, it's mechanics of prose, and we have finished off up to um, part 2, subchapter 14. Actually, we are discussing comma, actually punctuation as an umbrella title. Under that, we have been discussing details regarding commas, when comma is necessary. That's what we discussed under different titles, like between such and such components, when and how it should be used, the importance, relevance, everything. Now to the next point. That's why 2.15 to അതായത് 15th ചാപ്റ്റർ 15th തന്നെ കൊമ ഈസ് ഇൻകറക്റ്റ് എന്ന് കൂടി ഡിസ്കസ് ചെയ്യണം. അതായത് നമുക്ക് ചിലപ്പം എന്തായാലും പങ്ക്ച്വേഷൻ ആണ്. സംടൈംസ് അറ്റ്ലീസ്റ്റ് വി മേ ഫീൽ ലൈക്ക് ഇവിടെ ഇടണോ കൊമ വേണോ എന്ന് തോന്നാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു സാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഒരു ലെങ്തി ആയിട്ട് നമ്മൾ പ്രോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത് ടെക്സ്ച്വൽ റൈറ്റിംഗ് നടത്തുമ്പോൾ അത് ആവശ്യമില്ലാത്ത, എന്നാൽ ആവശ്യമാണോ നമുക്ക് തോന്നാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോമ്പോസിഷൻസ്, കൺസ്ട്രക്ഷൻസ്, സെൻറ്റൻസസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹിയർ അണ്ടർ ദിസ് ടൈറ്റിൽ. മെയിൻ ടൈറ്റിൽ ഇസ് വെൻ എ കൊമ ഈസ് ഇൻകറക്റ്റ്. മീൻസ് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ്റെ റൂള് പ്രകാരം അത് ഇൻകറക്റ്റ് ആവുന്ന സ്പേസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഏതൊക്കെയാണ്, കൺസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കൊമ. നമ്മളിപ്പം 2.5 എന്ന് പറയുന്നതിൽ മുതൽ അതിൻ്റെ സബ് ചാപ്റ്റേഴ്സ് ആയിട്ട് കൊമ നെസസറി ആയിട്ടുള്ള 2.14 വരെയും സബ് ചാപ്റ്റേഴ്സ്, സബ് കാറ്റഗറീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തതുപോലെ 2.15 എന്ന് പറയുന്നിടത്ത് വെൻ എ കൊമ ഈസ് ഇൻകറക്റ്റ് എന്നൊരു മെയിൻ ടൈറ്റിലായിട്ട് എടുത്തു. അതിൽ ഓരോന്നും 2.21 വരെയും 21 എന്ന് ആ പാർട്ട് എത്തുന്നവരെയും ഈ കൊമ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് 22 എന്ന് പറയുന്നിടത്ത് ഓപ്ഷണൽ ആയിട്ട് വരുന്ന കോണ്ടെക്സ്റ്റ് അത് 25 വരെ. ദാറ്റ് മീൻസ് ശരിക്കും കൊമ എന്ന് പറയുന്ന ഒറ്റൊരു പങ്ക്ച്വേഷൻ മാർക്കിൻ്റെ മേലെ നമ്മൾ 2.5 സെക്കൻഡ് പാർട്ടിലെ 5th സബ് ചാപ്റ്റർ മുതൽ ഇത്രയും 25 വരെയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമ എന്ന് പറയുന്ന ഒറ്റൊരു പങ്ക്ച്വേഷൻ മാർക്കിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് യൂസേജസ് തന്നെയാണ്. ആവശ്യമുള്ള ഇടങ്ങൾ, ആവശ്യമില്ലാത്തതും, അതുപോലെ ഓപ്ഷണൽ ആയിട്ടുള്ളതും. ഇൻ എനി കേസ് വി ഹാവ് ടു മേക്ക് ഓൾ ദോസ് ക്ലിയർ ഇഫ് വി ഹാവ് ടു മേക്ക് ഇറ്റ് വെരി നമുക്കത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും, അത് കൃത്യമായിട്ട് വേണ്ടാത്ത ഇടങ്ങൾ അറിഞ്ഞാൽ തന്നെ വേണ്ടാത്തതും വേണ്ടുന്നതുമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ്. അപ്പം അതിനുശേഷമാണ് ശരിക്കും അടുത്ത ഒരു പങ്ക്ച്വേഷൻ മാർക്കിലേക്ക് പോകുന്നുള്ളൂ. വീണ്ടും വീണ്ടും ഇത് റിമൈൻഡ് ചെയ്യുന്നത് ഈ ഒരു കോണ്ടന്റ് പേജ് എടുത്തുകൊണ്ട് കാണിക്കുന്നത് എത്രയും നാവിഗേഷൻ, ഇത്രയും ഏത് രീതിയിലാണ് ഈ ടെക്സ്റ്റിനെ നാവിഗേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. സോ നൗ വി ആർ ഗോയിങ് ടു ദിസ് മെയിൻ സബ് ഹെഡിങ് ലൈക്ക് കൊമ ഈസ് ഇൻകറക്റ്റ്. ദെൻ വി വിൽ ഡിസ്കസ് ഈച്ച് കാറ്റഗറി. ഈ ഫോളോയിങ് കാറ്റഗറീസ് സെൻറ്റൻസ് എലമെൻസിലാണ് ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ തന്നെ സബ് ഹെഡിങ്ങിൽ 2.16 പറയുന്ന സബ്ജക്റ്റിൻ്റെയും വേർബിൻ്റെയും ഇടയിൽ ബിറ്റ്വീൻ ദ ഫോളോയിങ് എന്നാണ്. അപ്പം ഡു നോട്ട് യൂസ് കൊമാസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിൻ്റെയും വേർബിൻ്റെയും ഇടയിൽ നമ്മൾക്ക് കൊമ ആവശ്യമില്ല. ഒരു എക്സാമ്പിളാണ് ശരിക്കും തന്നിട്ടുള്ളത്. കാരണം ആ ഒരു ഫോണ്ട് സൈസ് കണ്ടാൽ അറിയാം, ചില പാർട്ട് അവർ എക്സാമ്പിളായിട്ട് തന്നെ തന്നിട്ടാണുള്ളത്. What makes Sartre's theory of commitment relevant to our discussion is its insistence that choice in today's world can be only political. ഇവിടെ നമ്മൾക്ക് എഴുതുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റും ആണ്. ശരിക്കും സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഹീ ഈസ് റീഡിങ്, ഷീ ഈസ് ടീച്ചിങ് എന്ന് പറയുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ല ഈ ഒരു സെൻറ്റൻസിൻ്റെത്. ഇത് മുഴുവനായിട്ട് എടുത്താലാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. എന്നിട്ട് ഒരു വെർബ് ഓഫ് ബീയിങ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറയും ഇറ്റ്സ് ഇൻസിസ്റ്റൻസ് ദാറ്റ് ചോയ്സ് ഇൻ ടുഡേയ്സ് വേൾഡ് ക്യാൻ ബി ഓൺലി പൊളിറ്റിക്കൽ. അപ്പം ഈ ഒരു ലെങ്തി ആവുന്ന ഇടത്ത് നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടാവും അവിടെ കൊമ പ്ലേസ് ചെയ്താലോ. അവിടെയാണ് ഇത് സബ്ജക്റ്റും വേർബും ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് നമ്മൾ അതിൻ്റെ റെലവൻസ് നമുക്ക് മനസ്സിലാവേണ്ടത്. ദെൻ ചിലപ്പോൾ അതിൽ പറയുന്നത് സംടൈംസ് ഹവർ എ പെയർ ഓഫ് കോമാസ്
will surround a phrase or clause that comes between a subject and verb. ഇങ്ങനെ ചില സിറ്റുവേഷൻസ് എടുത്ത് പറയുകയാണ്. അതായത് മെനി ഓഫ് ദി ക്യാരക്ടേഴ്സ് ഹു ഡോമിനേറ്റ് ദ ഏർലി ചാപ്റ്റേഴ്സ് ആൻഡ് ദെൻ ഡിസപ്പിയർ, often leaving behind no trace other than a farewell letter, ആർ പോർട്രേറ്റ്സ് ഓഫ് ദി ഓഥേഴ്സ് ഫ്രണ്ട്സ്. അപ്പം അതേപോലെ പക്ഷേ ഇവിടെ എന്താണ്, മെനി ഓഫ് ദി ക്യാരക്ടേഴ്സ് ഹു ഡോമിനേറ്റ് ദ ഏർലി ചാപ്റ്റേഴ്സ് ആൻഡ് ദെൻ ഡിസപ്പിയർ. ഇത് വലിയൊരു വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതിൽ ചിലയിടങ്ങളിൽ നമുക്ക് കൊമാസ് കാണും. ഈവൺ സംടൈംസ് അത് സബ്ജക്റ്റിൻ്റെയും വേർബിൻ്റെ ഇടയിൽ തന്നെ വരാം. പക്ഷേ ഇത് അതിനേക്കാൾ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആണ്, എന്നാൽ ലെങ്തിയാണ്. ബട്ട് വി ഹാവ് ടു ടേക്ക് കെയർ, വി ഹാവ് ടു അനലൈസ് വെദർ ഇറ്റ്സ് എ സബ്ജക്റ്റ് ആൻഡ് വേർബ്. അത്രയും നമുക്ക് ഡൗട്ട് തോന്നുന്ന ഇടങ്ങളിൽ നമുക്ക് ആ സെൻറ്റൻസിനെ തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് അത് സബ്ജക്റ്റ് ആണോ വേർബാണോ എന്ന് പരിശോധിച്ച് കൊമ വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റണം എന്നാണ്. ദെൻ വേർബ് ആൻഡ് ഒബ്ജക്റ്റ്, അത് വേർബിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഇടയിലും പറ്റില്ല എന്ന് പറയുമ്പോൾ ദ ഏജന്റ് reported that the vehicle had been traced to an underground garage. ഇവിടെ എന്താ, the agent reported that. ഇവിടെ റിപ്പോർട്ടഡ് കൊമയൊന്നും വേണ്ട, വേർബ് ഒബ്ജക്റ്റും ആണ്. വെഹിക്കിൾ ഹാഡ് ബീൻ ട്രേസ്ഡ് ടു ആൻ അണ്ടർഗ്രൗണ്ട് ഗാരേജ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് റിപ്പോർട്ടഡ് കഴിഞ്ഞ് അവിടെ ഒരു പോസിങ് വേണമോ, അപ്പോൾ കൊമ നമുക്ക് തന്നെ അറിയാം, ഒരു സ്ട്രോങ് അല്ലാത്ത ഒരു തരത്തിൽ ഒരു ടൈം ബീങ് ഒരു പോസ് കാണിക്കാനാണ്. എന്നാൽ അത് ഫുൾ സ്റ്റോപ്പിൻ്റെ അത്രയും ഇമ്പാക്റ്റ് ഇല്ലതാണ്. എന്നാൽ നമുക്കൊരു ടെൻഡൻസി, വി മേ ഹാവ് ദ ടെൻഡൻസി ടു, പക്ഷെ അവിടെ ആവശ്യമില്ല. പാർട്സ് ഓഫ് എ കമ്പൗണ്ട് സബ്ജക്റ്റ്, അതിൻ്റെ ഇടയിലും ആവശ്യമില്ല. എ ഡസൻ വുഡ് ചെയേഴ്സ് ആൻഡ് എ വിൻഡോ, പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് സബ്ജക്റ്റിന് കോമ്പൗണ്ട് ആവുകയാണ്. അവിടെ ഒന്നും എന്താവശ്യമില്ല. അപ്പോൾ പോസിബിളി നമ്മൾ കൊമ വേണമോ എന്ന് ഡൗട്ട്ഫുൾ ആവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്, ആവശ്യമില്ല. അപ്പോൾ ഇവിടെയും ആൻഡ് എ വിൻഡോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൻഡ്, അതിന് മുന്നേ കൊമ ഇടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അതൊരു ലിസ്റ്റിങ്ങിലൊക്കെ നമുക്കത് ആവശ്യമുണ്ട്. അതേസമയം ഇവിടെ അത് ആവശ്യമില്ല, കാരണം അത് പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് സബ്ജക്റ്റ് ആണ്. എ ഡസൻ വുഡൻ ചെയേഴ്സ് ആൻഡ് എ വിൻഡോ, അപ്പോൾ ഇത് മുഴുവൻ, അപ്പോൾ അവിടെ ഒന്നും പാടില്ല, കൊമ ഇടരുത്. അപ്പോൾ ആ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുമെങ്കിൽ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ദെൻ പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് ഒബ്ജക്റ്റ്, ഇനിയൊരു കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ആണെങ്കിലോ, ടോളമി ഡിവൈസ്ഡ് എ സിസ്റ്റം ഓഫ് ആസ്ട്രോണമി ആക്സെപ്റ്റഡ് അൻറ്റിൽ ദി 16th century and a scientific approach to the study of geography. കോമ്പൗണ്ട് ഒബ്ജക്ട്സ് ആണ്, അത് പാർട്സ് ആണ്, അതിൻ്റെ എല്ലാം പാർട്സ് ആണ് ശരിക്കും. 16th century ആൻഡ് എ സയൻറ്റിഫിക് അപ്രോച്ച് എന്നൊക്കെ പറയുമ്പോൾ ഡിവൈസ്ഡ് സിസ്റ്റം ഓഫ് ആസ്ട്രോണമി ആക്സെപ്റ്റഡ് ആൻഡ് ഇത്രയും കോമ്പൗണ്ട് ആയിട്ടാണ് അതിൻ്റെ ഒബ്ജക്റ്റ് തന്നെ വരുന്നത്. ആൻഡ് എ സയൻറ്റിഫിക് അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ജിയോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ ഡയറക്റ്റ് ഒറ്റൊരു വേർഡൊന്നും അല്ല. നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഒക്കർ ചെയ്യുന്നതിനെ അവോയ്ഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇതൊന്നും ശരിക്കും നമ്മളിപ്പോൾ ഒരു ടെക്സ്ച്വൽ എക്സാമ്പിൾസ് തരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് പറയുന്നു എന്നതിൻ്റെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമുക്ക് ലാംഗ്വേജിൽ നമുക്കുള്ളൊരു ബേസ് തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഹെൽപ്പിനെത്തുക. And then immediate other help can be the guide who is helping you out throughout the research. അതിൽ അല്ലാതെ നമുക്കിപ്പോൾ ഈ ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസ് വൈസ് എക്സാമ്പിൾസ് തന്നാൽ പോലും ഇങ്ങനെയുള്ള ഇതിലൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. അതേസമയം ലാംഗ്വേജ് എക്സ്പേർട്സ് ആണെങ്കിൽ ചിലപ്പം അത്രയും പെട്ടെന്ന്, പക്ഷേ അല്ലാത്തൊരു കേസിൽ ത്രൂ ഔട്ട് വി ആർ നോട്ട് സപ്പോസ്ഡ് ടു ബി ബോത്തേഡ് ആൻഡ് നമ്മളെപ്പം പറയും ഒരുപാട് പാരാന്തറ്റിക്കൽ റെഫറൻസസ് ഉള്ളിൽ തന്നെ കൊടുക്കുമ്പോൾ, ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, റീഡർ എത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. ദ സെയിം തിങ് ഹാപ്പൺസ് വെൻ റൈറ്റർ ഈസ് ടു മച്ച് കൺസേൺഡ് വിത്ത് ലിംഗ്വിസ്റ്റിക് ആസ്പെക്ട്. ഒബ്വിയസ്ലി വേണം, നമുക്ക് എന്തായാലും ആ ലാംഗ്വേജിനോടുള്ള അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങളോട് നമ്മൾ വി ഷുഡ് ഡു ജസ്റ്റിസ് ടു. പക്ഷെ അതേസമയം ഇങ്ങനെ ഒരുപാട് നമ്മൾ അതിനെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴും അതും എഫക്റ്റ് മാറും. അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ ഒരു കോൺഫിഡൻസ്, റൈറ്റിംഗ് കോൺഫിഡൻസ്, എവറിത്തിങ് വിൽ ബി എഫക്റ്റഡ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുകയും വെൻ വി ഹാവ് എ ഡൗട്ട് ഇൻ ദാറ്റ് വേ, ഒരു ഡൗട്ട് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു റെഫറൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതിനോട് ഫെമിലറൈസ്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ദെൻ ടു വേർബ്സ് ദാറ്റ് ഷെയർ എ സബ്ജക്റ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ടു വേർബ്സ് ദാറ്റ് ഷെയർ എ സബ്ജക്റ്റ്. നോക്കാം, ഹി കമ്പോസ്ഡ് several popular symphonies but won the most
fame for his witticisms. അപ്പോൾ അവിടെ കമ്പോസ്ഡ് സെവറൽ പോപ്പുലർ സിംഫണീസ് എന്ന് പറഞ്ഞാൽ ഹി കമ്പോസ്ഡ്, അതൊരു വേർബാണ്. പിന്നെയോ അടുത്ത വേർബ് വോൺ ആണ്. അപ്പം അതിൽ സിമിലിയർ ഒരു സബ്ജക്റ്റിനെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഹി എന്നുള്ളതാണ് അതിലെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും സിംഫണീസ് കഴിഞ്ഞിട്ട് അതിനിടയിലൊരു ബട്ട് അതിന് മുന്നേ ഒരു കൊമ ഇട്ടാലോ എന്നൊക്കെ. കാരണം ലെങ്തിയാണ്, സെൻറ്റൻസും അത്യാവശ്യം ലെങ്തിയാണ്. ബട്ട് അത് പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ ടു സബോർഡിനേറ്റ് എലമെൻറ്റ്സ് ദാറ്റ് ആർ പാരലൽ. എന്താണത്? ടു സബോർഡിനേറ്റ് എലമെൻറ്റ്സ് ദാറ്റ് ആർ പാരലൽ. നോക്കാം. ഫ്രം ഹിസ് ഡാർക്ക്നെസ്, ജസ്റ്റ് ടേക്കിംഗ് ദ ടെക്സ്ച്വൽ എക്സാമ്പിൾസ്, ദാറ്റ്സ് ഓൾ. ഫ്രം ഹിസ് ഡാർക്ക്നെസ് Lear has gained insight into himself as a fallible man and negligent king. Subordinate elements എന്താണ് പറയുന്നത്? From his darkness, Lear has gained insight into himself as a fallible man and negligent king, and into the evil of Goneril and Regan. അപ്പം ശരിക്കും ലിയറിനെ പറ്റി പറയുന്നിടത്ത് രണ്ടും ശരിക്കും ഒരു പാരലൽ ഈക്വൽ ഇമ്പാക്റ്റ്, ആ ഒരു വ്യക്തിയുടെ ലൈഫിനെ പറ്റി പറയുന്നത് ഈക്വൽ ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങളാണിത്. നെഗ്ലിജന്റ് കിങ് ആണ്. അതേസമയത്ത് തന്നെ അതേ ഹി ഫെൽ ഇൻ ടു ദ ഈവിൽ ഓഫ് ഗോണറിൽ ആൻഡ് റീഗൻ. കഥ അറിയുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാവും. അപ്പം അവിടെ എന്തുണ്ട്? ഈ ഒരു സബോർഡിനേറ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ പോലും അതിന് ഒരു പാരലൽ സ്റ്റാറ്റസ് ഉണ്ട്. ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പാർട്ട് പറയുന്നിടത്ത് ആസ് ഫാർ ആസ് ദറ്റ് കിങ് ആൻഡ് ഹിസ് സിറ്റുവേഷൻ ദോസ് ആർ കൺസേൺഡ്, അതിന് ഒരു പാരലൽ സ്റ്റേറ്റസ് ഉണ്ട്. അപ്പം അതിന് സബോർഡിനേറ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇടയിലും കൊമ ആവശ്യമില്ല. ദ കറണ്ട് ഇക്കണോമിക് ക്ലൈമറ്റ് ഹാസ് ഗിവൺ റൈസ് ടു എ ടെക്നോളജി സെക്ടർ ദറ്റ് ഡിമാൻഡ്സ് വർക്കേഴ്സ് റിസീവ് ട്രെയിനിങ് ഇൻ ബേസിക് കോഡിംഗ് സ്കിൽസ് ബട്ട് ദാറ്റ് ഈസ് അൺവില്ലിംഗ് ടു പേ ഫോർ ഇറ്റ്. ഇവിടെ ഒരു സബോർഡിനേറ്റ് എലമെൻറ്റ്സ്, പക്ഷെ ഒരു പാരലൽ നേച്ചർ എന്താണ്? അതിലൊരു ടെക്നോളജി സെക്ടറിലുള്ള പ്രോബ്ലംസും പറയുന്നുണ്ട്, അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുന്നുണ്ട്. രണ്ടും പാരലലാണ് ശരിക്കും, കോൺട്രാസ്റ്റിംഗ് ആണ് ബട്ട് പാരലൽ. അപ്പം ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്ടുകളിലും നമ്മൾക്ക് ഇത്രയും ലെങ്ത്തിലൊക്കെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു ടെൻഡൻസി. അതുകൊണ്ടാണ് ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് എക്സാമ്പിൾസ് ഒന്നിലധികം. ചിലപ്പോൾ ഇത് ശരിക്കും കോംപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടായതുകൊണ്ട് 2 എക്സാമ്പിൾസ് തന്നേ ഉള്ളൂ. ദെൻ ഇനി അടുത്തത് എന്താണ്? ഇത്രയും പാർട്ടുകൾ, അതായത് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ആദ്യം ഒരു അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനൊരു സെപ്പറേറ്റ് ടൈറ്റിൽ തന്നെ കൊടുക്കുന്നത്. അതായത് വെൻ എ കൊമ ഈസ് ഇൻകറക്റ്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ് സെൻറ്റൻസ് എലമെൻറ്റ്സ്. അപ്പോൾ അതിലൊന്ന് സബ്ജക്റ്റ് ആൻഡ് വേർബ്. ദെൻ ബിറ്റ്വീൻ വേർബ് ആൻഡ് ഒബ്ജക്റ്റ് there should not be a comma. Between parts of a compound subject there should not be a comma. Between parts of a compound object there should not be a comma. Two verbs that share a subject there should not be a between two verbs that share a subject there should not be a comma. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ അടുത്ത ലാസ്റ്റ് എലമെൻറ്റ് എന്താണ്? ബിറ്റ്വീൻ ടു സബോർഡിനേറ്റ് എലമെൻറ്റ്സ് ദാറ്റ് ആർ പാരലൽ യു ഷുഡ് നോട്ട് യൂസ് എ കൊമ. ഇത്രയും പാർട്ടുകൾ അതിൽ പറഞ്ഞു. പിന്നെയാണ് അടുത്ത സബ് ടൈറ്റിൽ വരുന്നത് വെൻ എ കൊമ ഈസ് ഓപ്ഷണൽ. അതെല്ലാം ശരിക്കും കൂടുതൽ കൺഫ്യൂസിങ് ആണ്. ശരിക്കും ഓപ്ഷണൽ എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് പക്ഷേ ഫ്ലെക്സിബിളുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് അതുകൂടി നോക്കാം. എന്താ പറയുന്നത്? ചിലപ്പോൾ ആവശ്യമില്ല, ബട്ട് ഇറ്റ്സ് നോട്ട് റോങ് ടു ഇൻക്ലൂഡ്. അങ്ങനെയാണ്, ആവശ്യമില്ലെങ്കിലും തെറ്റല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ ഇൻകറക്റ്റ് എന്നിടത്ത് തെറ്റാണ്, അത് യൂസ് ചെയ്യുന്നത് തെറ്റാണ്. ഇവിടെ അതല്ല, ഇറ്റ്സ് ഓക്കെ ദാറ്റ് യു പുട്ട് എ കൊമ, ബട്ട് അത് ആവശ്യമില്ല എന്നുള്ളത് വേറൊരു സൈഡ്. അപ്പം അങ്ങനെ നോക്കാം. 23rd എലമെൻറ്റ് എന്താ പറയുന്നത്? വിത്ത് എ ഷോർട്ട് ഇൻട്രൊഡക്ടറി ഫ്രേസസ് ആൻഡ് ക്ലോസസ്. നോക്കാം എങ്ങനെയാണത്. ഇഫ് യു യൂസ് കൊമാസ്, അപ്പോൾ ഷോർട്ട് ഇൻട്രൊഡക്ടറി ഫ്രേസസ് ഓർ ക്ലോസസ് ഡു സോ കൺസിസ്റ്റൻ്റ്ലി ത്രൂ ഔട്ട് യുവർ വർക്ക്. അതാണ് ഒന്ന്, അതിൽ കൺസിസ്റ്റൻസിയാണ് ആവശ്യം. വിത്ത് കോമ എങ്ങനെയാണ് എഴുതുക എന്നുള്ള എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ബൈ 2010 സ്മാർട്ട് ഫോൺ യൂസ് വാസ് വൈഡ് സ്പ്രെഡ്. അതേ കാര്യം നമുക്ക് വിത്തൗട്ട് കൊമ എഴുതിയാലും കറക്റ്റാണ്. ബൈ 2010 without a comma you write the same, nothing, no construction, nothing is affected. ഒരു തരത്തിലും മാറ്റം വരുത്താതെ സെയിം സെൻറ്റൻസ്. ഒരു ഇൻട്രൊഡക്ടറി ഫ്രേസോ ക്ലോസോ ആയിട്ട് തോന്നുന്ന ഇടങ്ങളിൽ ഇൻ ദ ഫാൾ സ്റ്റുഡൻസ് അറ്റൻഡ് കോൺവൊക്കേഷൻ. ഇൻ ദ ഫാൾ സ്റ്റുഡൻസ് അറ്റൻഡ് കോൺവൊക്കേഷൻ, വെരി സിംപ്ലി യു ക്യാൻ പുട്ട് ഇറ്റ്. അതൊരു ഷോർട്ട് ഇൻട്രൊഡക്ടറി ഫ്രേസ് പോലെ വർക്ക് ചെയ്യുന്നിടത്ത് അതിൻ്റെ ആവശ്യം
ഇല്ല എന്നാണ് ആദ്യത്തെ ഒരു പാർട്ട്. അതാണ്. പിന്നെ വേറൊരു ഓപ്ഷണൽ സ്പേസ് ഇതാണ് അറൌണ്ട് സ്പെസിഫിക് വേർഡ്സ്. എങ്ങനെയാത്? കൊമാസ് ആർ ഓപ്ഷണൽ അറൌണ്ട് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ലൈക്ക് പെർഹാപ്സ്, therefore, indeed, and of course that come in the middle of a sentence. നമുക്ക് ചിലപ്പോൾ തോന്നും പെർഹാപ്സ് കഴിഞ്ഞിട്ടൊരു കൊമ വേണോ, therefore എഴുതിയതിന് ശേഷം കൊമ വേണോ? അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താ, ഓപ്ഷണലാണ്, തെറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ തെറ്റില്ല, അത് യൂസ് ചെയ്താലും തെറ്റൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് ഓപ്ഷണൽ. ഇപ്പം എന്താ നോക്കാം. when the sentence does not conjoin to independent clause. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു കൺജോയിനിങ് ഒന്നല്ല. സി ലൈക്ക് ഇപ്പോൾ ഇവിടെയാണ് this assumes of course that we finish the test on time. ഇങ്ങനെയാ assumes that we finish the test on time, of course we may not. അപ്പം ഇങ്ങനെ മാറ്റി എഴുതാൻ സാധ്യതയുള്ള, അതേസമയം എന്താണ്, വേർഡും ഫ്രേസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ ജോയിൻ ചെയ്യുന്നത് അതേ സെൻറ്റൻസ് പക്ഷെ വേറൊരു രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൊമ എന്തായാലും യൂസ് ചെയ്യേണ്ടിയും വരും. അത് ഇവിടെ തന്നെ എക്സാമ്പിൾ മാറ്റി എഴുതി കാണിച്ചിട്ടുണ്ട്. ദിസ് assumes that we finish the test on time, of course we may not എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഉണ്ട്, അതേസമയം ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും എന്ന് പറയുന്നിടത്ത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് വന്നു. അപ്പം ജോയിനിങ് ആണത് ഓഫ് കോഴ്സ് എന്ന് പറയുമ്പോൾ. അത് അന്നേരം എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കൊമ വേണ്ടി വരും. അതേസമയം ഇവിടെ എന്താ, ദിസ് assumes of course that we finish the test on time. ചിലപ്പോൾ വേണമെങ്കിൽ ഇടാം, ഓപ്ഷണൽ ആണെങ്കിലും. The instructor saw confusion and is therefore going to explain the principle again. അതേസമയം അവിടെ എന്തില്ല, സോ ആൻഡ് therefore കൊമ യൂസ് ചെയ്യാതെ ചെയ്തൊരു എക്സാമ്പിളും കൂടി അവിടെ കാണിച്ചു തരികയാണ്. കാരണം അത് ആവശ്യമില്ല therefore-ന് ശേഷം. ഇങ്ങനെയുള്ള ചില വേർഡ്സ് ആണ് ഓപ്ഷണൽ. സി ഫ്രേസസ് ലൈക്ക് ചില വേർഡ്സ്, നമ്മൾ ഈ സെപ്പറേറ്റിംഗ് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള വേർഡ്സ് ആണെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാം. കൊമ ഇല്ലാതെ തന്നെയും സെൻറ്റൻസ് ബിൽഡ് ചെയ്യാം. വി കുഡ് പെർഹാപ്സ് ഇവിടെ കൊമ യൂസ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്തത് ഒരു സ്ഥലത്ത് ഫർദർ എന്ന് പറയുന്നിടത്ത് കൊമ യൂസ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബിഫോർ സം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പം നമുക്കന്നേരം സം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു കൺഫ്യൂഷൻ ആവാം. നോക്കാം നമുക്ക്. ഓപ്ഷണൽ ആണ് എന്ന് അത് പക്ഷേ ഒരു ജോയിൻസ് ഷോർട്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്, ദ കൊമ ഈസ് ഓപ്ഷണൽ. ഷോർട്ട് ആണെങ്കിൽ വേണമെന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം എന്താ നോക്കാം. വാലസ് സിങ്സ് ആൻഡ് ആംസ്ട്രോങ് പ്ലേസ് കോർണറ്റ്, അതേ കാര്യം വിത്തൗട്ട് കൊമ എഴുതിയിട്ടുണ്ട്. വാലസ് സിങ്സ് ആൻഡ് ആംസ്ട്രോങ് പ്ലേസ് കോർണറ്റ്. അവിടെ യൂസ് ചെയ്യാതെയും ചെയ്തിട്ടുണ്ട് സെയിം. അത് കാരണം എന്താ, റീസൺ എന്താണ്, ഷോർട്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആണത്. അപ്പോൾ അവിടെ ഒരിക്കലും നമുക്കൊരു കൊമ ഇല്ലെങ്കിലും വലിയ തരത്തിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. അത് കാരണം നമുക്ക് തന്നെ അറിയാം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിൻ്റെ ഫംഗ്ഷൻ തന്നെ അത്രയും എന്താണ് അതിൻ്റെ ജോയിനിങ്, ഏത് തരത്തിലുള്ളതിനെയാണ് ജോയിൻ ചെയ്യുക. അപ്പം അങ്ങനെയുള്ളിടത്ത് വിത്തൗട്ട് കൊമയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത പാർട്ട് 2.26 ആണ്. അത് സെമി കോളൻസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇങ്ങനെയുള്ള ഒരു അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് പങ്ക്ച്വേഷൻ മാർക്കിൽ അടുത്ത ടോപ്പിക്കായിട്ട് തന്നെ അടുത്ത സെഷനിൽ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.